ഈവനിങ് കൂടെ എത്തിയിരിക്കുകയാണ്. നമ്മളുടെ റെഡ് കാർപ്പറ്റിന്റെ സമയമാണ്. റെഡ് കാർപ്പറ്റിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാ ആഴ്ചയും പലവിധമായിട്ടുള്ള പല മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ കൊണ്ടും പ്രതിഭകളെ കൊണ്ടും നമ്മൾ എന്താ പറയാ അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഷോ ആണ് നമ്മളുടെ റെഡ് കാർപ്പറ്റ്. ഈ ആഴ്ച നമ്മളോടൊപ്പം ചേരുന്നത് ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരു കലാകാരൻ തന്നെ എന്ന് ഞാൻ പറയും. കാര്യം അദ്ദേഹം ഒരു റൈറ്ററാണ്. ആറ്റൂർ സന്തോഷ് കുമാർ ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഒരു വ്യത്യസ്തനായിട്ടുള്ളൊരു റൈറ്റർ തന്നെയാണ്. അതായത് കണ്ണാടിയിലൂടെ മാത്രം വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം, ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ രാമായണം മുതലായിട്ടുള്ള പലവിധമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കൃതികൾ എഴുതിയ ഒരു വ്യക്തിയാണ്. അപ്പൊ എന്തായാലും ചേട്ടനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. സോ സന്തോഷ് ചേട്ടാ, വെൽക്കം ടു ദ ഷോ. ആദ്യം തന്നെ ഒരു കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും, എങ്ങനെയാണ് ഈ ലോകത്തിലെ ഏറ്റവും ചെറിയ രാമായണത്തിലേക്ക് എത്തിയതെന്ന്? എങ്ങനെയാണ് ഈ ഏറ്റവും ചെറിയ രാമായണത്തിലേക്ക് എത്തിയ ഒരു കഥ എന്ന് പറയാമോ? നമസ്കാരം. ലോകത്തിലെ ഏറ്റവും ചെറിയ രാമായണം എന്ന് പറയുമ്പോൾ വളരെ കൗതുകമേറിയുള്ള ഒരു വസ്തുതയാണ് സംഭവം. 5 മില്ലിമീറ്റർ നീളത്തിലും 5 മില്ലിമീറ്റർ വീതിയിലുമുള്ള ഒരു കൊച്ചു രാമായണ പുസ്തകമാണ് ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, മലയാള ഭാഷയ്ക്കാണ് ഈ പുസ്തകം ഞാൻ സമർപ്പിച്ചിട്ടുള്ളത്. കാരണം ആ മുതൽ റാ വരെയുള്ള 51 അക്ഷരങ്ങളിലൂടെയാണ് ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ 51 പേജ് തയ്യാറാക്കിയിട്ടുള്ളത്. അക്ഷരമാല ക്രമത്തിലാണ്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ തൊട്ട് റാ വരെയുള്ള 51 അക്ഷരങ്ങളിലൂടെയാണ് ഇതിന്റെ ഗദ്യ സാഹിത്യത്തിലൂടെയാണ് ഈ യാത്ര തുടങ്ങുന്നത്. ഇതിന്റെ നിർമ്മിതിയാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. ഇതിന്റെ ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കൊറോണ സമയത്ത് എല്ലാവരും സാഹിത്യപരമായിട്ടും ആത്മീയപരമായിട്ടുള്ള ചിന്തകളും പ്രവൃത്തികളും നൂതനമായിട്ടുള്ള ആശയങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് തന്നെയാണ് രാമായണ പരിചയം എന്ന പേരിൽ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് ആ സമയം വിനിയോഗിക്കേണ്ടതായിട്ട് വന്നത്. ആ സമയത്താണ് ഈ രാമായണത്തിൽ 41 കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പങ്ക്തിയിലൂടെ എന്റെ തന്നെ വേറൊരു പുസ്തകമുണ്ട്, ശത്രുഘ്ന മൗനം എന്ന് പറഞ്ഞ മലയാളത്തിൽ തന്നെ ആദ്യത്തെ നോവലാണ്. രാമായണത്തിലെ ഇളയ സഹോദരനായ ശ്രീരാമന്റെ ഇളയ സഹോദരനായിട്ടുള്ള ശത്രുഘ്നെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിന്റെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് രാമായണത്തെ 24,000 ശ്ലോകമുള്ള രാമായണത്തെ എന്തുകൊണ്ട് ചെറുതാക്കി തയ്യാറാക്കിക്കൂടാ എന്നുള്ളൊരു കൗതുകകരമായ ഒരു അന്വേഷണത്തിൽ ചെന്ന് നിന്നത്. അവിടെയാണ് ഈ രാമായണം ഞാൻ തയ്യാറാക്കാനായിട്ട് ആരംഭിച്ചത്. ഏറ്റവും ചെറിയ രാമായണം. അതെ. ഓക്കെ ചേട്ടാ, അപ്പൊ ഈ ഏറ്റവും ചെറിയ രാമായണം അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ റെക്കോർഡുകളോ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നോ? നിലവിലെ വേൾഡ് റെക്കോർഡ്, ടാലന്റ് ബുക്ക് റെക്കോർഡൊക്കെ നിലവിൽ കിട്ടിയിട്ടുണ്ട്. അനവധി ആശംസകളും പ്രോത്സാഹനവും ആദരവുകളും സമ്മാനങ്ങളൊക്കെ ആയി പുസ്തകത്തിന് കിട്ടിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ജൂലൈ മാസം 16-ാം തീയതിയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. അതിനുശേഷമുള്ള ഈ ഒരു വർഷക്കാലം ഈ പുസ്തകത്തിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളും അതുപോലെ തന്നെ സെയിൽസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ 2ാം എഡിഷൻ നടന്നു കഴിഞ്ഞു. 2ാം എഡിഷൻ ഓൾറെഡി നടന്നു കഴിഞ്ഞു. അതെ. ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഈ കുഞ്ഞിരാമായണത്തിന്റെ 1ാം വാർഷികാഘോഷവേളയിലാണ് നമ്മൾ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ. ഓക്കെ ചേട്ടാ, എന്തുകൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു കുഞ്ഞു രാമായണം? അതുപോലെ തന്നെ ഇപ്പൊ ചേട്ടന്റെ പുതിയ ഒരു പ്രകാശനം വന്നിട്ടുണ്ട്, കണ്ണാടിയിലൂടെ മാത്രം വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം. അങ്ങനെ കൗതുകമുണർത്തുന്ന കുറച്ചധികം പുസ്തകങ്ങളാണ് നമ്മളുടെ സന്തോഷ് ചേട്ടൻ ഇങ്ങനെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? തീരുമാനം എടുക്കാൻ കാരണമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യത്തെ കുഞ്ഞിരാമായണം ഇറക്കിയതിന് ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശത്രുഘ്ന മൗനം എന്ന് പറഞ്ഞ നോവല്, അത് സാധാരണ ഒരു പുസ്തകമാണ്, മലയാളത്തിലെ തന്നെ ആദ്യത്തെ പുസ്തകമാണ്. അപ്പൊ അതിന് തുടർച്ചയായിട്ടാണ് ഫെബ്രുവരി 14-ാം തീയതി വാലൻസ് ഡേയുടെ ആ സമയത്ത്, അതായത് ജനുവരി സമയത്താണ് എന്നോട് കുറച്ച് പേര് പറഞ്ഞത് പ്രണയത്തെ കുറിച്ചൊരു പുസ്തകം തയ്യാറാക്കിക്കൂടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് 3 സെന്റിമീറ്റർ നീളത്തിലും 3 സെന്റിമീറ്റർ വീതിയിലുമുള്ള, ഇതേപോലെ തന്നെ മലയാളത്തിലെ ഏറ്റവും ആദ്യത്തെ മലയാളത്തിലിറങ്ങിയ വരൂ നമുക്ക് ചെറുതായി എന്ന് പ്രണയിക്കാമെന്ന് പറഞ്ഞ പ്രണയ സൂക്തങ്ങളുടെ ഒരു പുസ്തകം ഫെബ്രുവരി 14-ാം തീയതി മലയാളികളായിട്ടുള്ള പ്രണയിനികൾക്കായും ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് പിന്നീട് വന്ന ഈ കണ്ണാടി പുസ്തകം. ഈ കണ്ണാടി പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നേരത്തെ എന്നോട് ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് ഇത്തരം കൗതുകകരമായിട്ടുള്ള പുസ്തകങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് എന്ന് വെച്ചാൽ, അതിന്റെ ലളിതമായിട്ടുള്ള മറുപടി ഇതാണ്: പുസ്തകങ്ങൾ വായിക്കപ്പെടണമെങ്കിൽ അതിനുള്ളിൽ കൗതുകങ്ങൾ നിറച്ച് ഒളിപ്പിച്ചു വെക്കണം. ഞാൻ നേരത്തെ കുഞ്ഞു രാമായണത്തിന് സൂചിപ്പിച്ച പോലെ ആ മുതൽ റാമ വരെയുള്ള മലയാള ഭാഷയിലെ അക്ഷരമാലയിലൂടെ തുടങ്ങിയത് കൊണ്ടും കൂടിയാണ് ആ രാമായണത്തിൽ പ്രസക്തിയേറിയതെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് പുസ്തകങ്ങൾ ആളുകൾ വായിക്കണമെങ്കിൽ കുറെ പുസ്തകങ്ങൾ നമ്മൾ ഇറക്കുകയോ കുറെ പേജുകളോടുകൂടി പുസ്തകങ്ങൾ ഇറക്കിയിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് സ്വീകാര്യത വരണമെങ്കിൽ അതിന്റെ ഉള്ളിൽ കൗതുകങ്ങൾ ഉണ്ടായിരിക്കണം, വായിക്കാനായിട്ട് തയ്യാറാവണം. അവരെ തയ്യാറാക്കി കൊണ്ടുവരിക എന്നുള്ളതൊരു റൈറ്ററുടെ കൂടി
ഉത്തരവാദിത്വത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാള ഭാഷ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും എന്റെ അനുഭവം അതല്ല. ഈ രാമായണത്തിന്റെ പുസ്തകമാണെങ്കിലും ശത്രുഘ്നായാലും പ്രണയസക്തികളായാലും ഇതെല്ലാം വളരെയധികം ആളുകൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് പല ഭാഗങ്ങളിൽ പല ദേശങ്ങളിലൊക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ ഒരു സ്വീകാര്യത മനസ്സിലാക്കിയത് കൊണ്ട് കൂടിയാണ് ഈ അത് അക്ഷരമുഖി അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞ ബാലശാസ്ത്ര സാഹിത്യ നോവൽ ഞാൻ തയ്യാറാക്കിയത്. അപ്പൊ ഈ കുട്ടികൾ ഈ പുസ്തകങ്ങൾ വായിക്കുന്നതിന് മൊബൈൽ അഡിക്റ്റ് ഉള്ള പുസ്തകങ്ങളാണ് കുട്ടികൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ നിർമ്മിതിയുടെ സൈസ് വരുന്നതും 8 സെന്റിമീറ്റർ നീളവും 16 സെന്റിമീറ്റർ വീതിയുമുള്ള ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിന്റെ സൈസിലാണ് ഈ പുസ്തകത്തിന്റെ സൈസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ തയ്യാറാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല. അവർ വായിക്കണമെങ്കിൽ അതിനൊരു കൗതുകം കൂടി വേണം. കുട്ടികളല്ലേ, അവർക്കത് അവർക്കത് കണ്ണാടിയുടെ മുഖവും നോക്കാം, പുസ്തകം വായിക്കാന്ന് പറയുമ്പോ അതിന്റെ ഒരു സന്തോഷം വരെയാണ്. അപ്പൊ മൊബൈലിന്റെ ആ സൈസിനോടും കൂടി റിലേറ്റ് ചെയ്തിട്ട് കൊണ്ടാണ് ഞാൻ ഈ പുസ്തകം തയ്യാറാക്കിയത്. പുസ്തകം വായിക്കണമെങ്കിൽ ഒരു കണ്ണാടിയുടെ സഹായം വേണം. അത് കുട്ടികൾക്ക് നൂതനമായിട്ടുള്ള ബാലശാസ്ത്ര സാഹിത്യത്തിനോടുള്ള ഒരു ബന്ധം കൂടി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഈ പുസ്തകത്തിലൂടെ. നമ്മളുടെ സൂക്ഷ്മ സംക്ഷിപ്ത രാമായണത്തില് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മുതൽ റാ വരെയുള്ള 51 അക്ഷരങ്ങൾ അത് അക്ഷരമാല ക്രമത്തിൽ തന്നെ വാക്കുകൾ ചിട്ടയായിട്ട് അടുക്കിയായിരുന്നു ആ പുസ്തകം എഴുതിയെന്ന്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് പലപ്പോഴും പല വാക്കുകളും നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അതായത് ചില അക്ഷരങ്ങളിൽ തുടങ്ങുന്ന വാക്കുകളൊന്നും ഉണ്ടായെന്ന് വരത്തില്ല. അതൊക്കെ എങ്ങനെയാണ് ആ ഒരു ചാലഞ്ചൊക്കെ ഓവർകം ചെയ്തത്? വളരെ കാര്യമാത്രം പ്രസക്തമായ ഒരു ചോദ്യത്തിലൂടെയാണ് കടന്നു വന്നിരിക്കുന്നത്. കാരണം മലയാള ഭാഷ മരിക്കുന്നു എന്ന് പറയുന്ന പ്രധാന കാരണം ആളുകൾ പുസ്തകങ്ങൾ വായിക്കുന്നില്ല, അക്ഷരങ്ങൾ അറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഈ എന്റെ ഈ പുസ്തകത്തില് മലയാള ഭാഷയിൽ റാ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. മഴ, പുഴ, വഴി എന്നൊക്കെ പറയുന്നതില് റാ എന്ന് പറഞ്ഞൊരു വാക്ക് വരുന്നത്. ഈ വാക്കിന്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കില് റാ തുടങ്ങുന്ന ഒരു വാക്ക് മലയാളത്തിലില്ല. അപ്പോ ഞാൻ ഈ പുസ്തകത്തില് തയ്യാറാക്കിയത് എങ്ങനെയാണെങ്കില് 50-ാമത്തെ പേജിലാണ് ഈ റാ എന്ന് പറഞ്ഞ വാക്ക് വരുന്നത്. 50-ാമത്തെ വാക്കായിട്ടാണ് അക്ഷരമാല ക്രമത്തിൽ 50-ാമത്തെ വാക്കായിട്ടാണ് റാ എന്ന് പറയുന്നത്. 51-ാമത്തെ വാക്ക് റാ എന്ന് വരും. അപ്പൊ 50-ാമത്തെ വാക്കിലെ റാ എന്ന് പറഞ്ഞ വാക്കിന് ഞാൻ പ്രയോഗിച്ചിട്ടുള്ളത് റകാരം പൂണ്ട് സൂര്യവംശം എന്നാണ് ഞാൻ അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. റകാരം പൂണ്ട് സൂര്യവംശം. റകാരം പൂണ്ട് സൂര്യവംശം. റകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ആ സമയത്തുള്ള സൂര്യവംശം എന്ന് പറഞ്ഞ രാജവംശത്തിന് അയോധ്യയിലെ രാജവംശത്തിന്റെ ക്രൈസിസ് നേരിടുന്ന ഒരു സന്ദർഭത്തിനെ രേഖപ്പെടുത്തുന്ന ഒരു വാക്കായിട്ടാണ് അത് പ്രയോഗിച്ചിട്ടുള്ളത്. പ്രകാരം കൊണ്ട് സൂര്യവംശം. അതിന് തൊട്ട് മുമ്പ് 49-ാമത്തെ പേജില് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് 49-ാമത്തെ ള എന്ന് പറഞ്ഞ വാക്കുണ്ട്. ളത്വം അസ്ത്രമോചനം എന്ന് പറയും. അതായത് ദിവ്യാസ്ത്രമോചനം എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ വാക്ക്. അതിനുശേഷമാണ് റാ, പിന്നെ റാണിമാർ തളർന്നു വീണു 51. അങ്ങനെ ആ തൊട്ട് റാ വരെയുള്ള 51 അക്ഷരങ്ങളിൽ തുടങ്ങുന്ന അത് വളരെ കൗതുകകരമായിട്ടുള്ള വാക്കുകൾ തന്നെയാണ് നമ്മളിത് പ്രയോഗിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് 24-ാമത്തെ പേജില് ജഡ്ബി, പിന്നെ അതുപോലെ തന്നെ 20-ാമത്തെ പേജില് അതായത് 20-ാമത്തെ വാക്കായിട്ട് വരും ഞ എന്ന് പറയുന്ന തുടങ്ങുന്ന വാക്ക് ഇങ്ങം അശരീരി കേട്ടു. അതായത് പരമശിവൻ അശരീരി കേട്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വാക്ക് മലയാളത്തിൽ അർത്ഥങ്ങളുണ്ട്. അതുപോലെ തന്നെ ഗഗനം, ഘട്ടത്തിൽ, അങ്ങനെയൊക്കെ വളരെ രസകരമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ട്. 17-ാമത്തെ പേജില് കങ്കരം സുന്ദരം തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് വായിക്കുമ്പോൾ തന്നെ അതിന്റെ രസകരമായിട്ടുള്ള വാക്കുകൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ കുറച്ചധികം വാക്കുകളും കൂടെ നമുക്ക് ഈ പുസ്തകം വായിച്ചാൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഓക്കെ, ഈ പുസ്തകങ്ങളുടെ കാര്യം പറയുമ്പോൾ ഞാനും സന്തോഷേട്ടനും തമ്മിൽ പരിചയപ്പെടുന്നത് ഒരു പുസ്തകത്തിന്റെ കഥ പറയാനുണ്ട്. എന്റെ വീടായിട്ടുള്ള തിരുവല്ലയിൽ നിന്ന് ചെന്നൈയിലേക്ക് യാത്ര തിരിക്കുമ്പോഴാണ് ഞാൻ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഇംഗ്ലീഷ് പുസ്തകമായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സന്തോഷേട്ടൻ തൊട്ടപ്പുറത്തെ ആ സെയിം കമ്പാർട്ട്മെന്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാനന്ന് വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജൂലിയസ് സീസർ ദ അൺടോൾഡ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പുസ്തകമായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. അതിന് ആ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ ഫോണ്ടുകളാണ്, വലിയ വലിയ അക്ഷരങ്ങളുമാണ്. അതിന്റെ ലൈൻസിനൊക്കെ നല്ല ഡിഫറൻസസും ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റുന്നൊരു പുസ്തകമാണ്. പക്ഷേ അങ്ങനെയാണ് ഞങ്ങൾ രണ്ടും പരിചയപ്പെടുന്നതും ഒരു ആത്മബന്ധം ക്രിയേറ്റ് ചെയ്യുന്നതും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എനിക്ക് എടുക്കാൻ സാധിക്കുന്നതും. അപ്പോൾ ഞാൻ ആ അക്ഷരങ്ങളെ വീണ്ടും വീണ്ടും സ്മരിച്ചുകൊണ്ട് പുസ്തകങ്ങളെ വീണ്ടും വീണ്ടും ഓർക്കുകയാണ്. അപ്പോൾ സന്തോഷേട്ടാ, അങ്ങനത്തെ ഒരു ഓർമ്മ എന്താണ് ചേട്ടന്റെ ആ ഒരു ഓർമ്മ എങ്ങനെയാണ്? അത് ഓർമ്മിക്കാൻ കാരണം ശത്രുഘ്നമൗനം എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ ഇറക്കിയതിന് ശേഷം പല ആളുകളും ഒരു വിമർശനാത്മകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു മറുപടി എനിക്ക് തന്നു. കാരണം ആ പുസ്തകത്തിന്റെ ഫോണ്ട് സൈസ് കൂടുതലാണ് എന്നൊരു സംശയം പലരും പ്രകടിപ്പിച്ചു. അപ്പൊ അത് തന്നെ പല സമയത്തും ഇങ്ങനെ മനസ്സിലിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അത് തന്നെ ചെയ്ത് ശരിയായോ എന്നുള്ളതാണ്.
പക്ഷെ എന്റെ മനസ്സിലപ്പോഴും ഉള്ളത് എന്താ വെച്ചാൽ പുതിയ തലമുറയിലെ കുട്ടികൾ അല്ലെങ്കിൽ ആ വായനക്കാർക്ക് പുസ്തകങ്ങൾ വായിക്കണമെങ്കിൽ ഫോണ്ട് സൈസ് കുറച്ച് വലുതായിരിക്കണം, വിഷൻ ഉണ്ടായിരിക്കണം, ബിറ്റ്വീൻ ലൈൻ സ്പേസ് കൂടുതലായിരിക്കുന്ന എന്റെ ഒരു ആശയത്തിന് പുറത്താണ് ഞാൻ ഈ ശത്രുവിനും അവനും അന്ന് തയ്യാറാക്കിയത്. അപ്പോ പിന്നെ അത് ചെയ്തത് ശരിയായില്ലേ എന്നുള്ളൊരു മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ് നമ്മൾ തമ്മിൽ ആ ട്രെയിനിൽ കണ്ടുമുട്ടുന്നത്. അപ്പോ ഇന്റർനാഷണൽ സ്റ്റൈലിലുള്ള പുസ്തകങ്ങൾ മുഴുവൻ ആ രീതിയിൽ തന്നെയാണ് തയ്യാറാക്കുന്നതെന്ന് അങ്ങ് എന്നോട് അത് സൂചിപ്പിച്ചപ്പോഴാണ് എനിക്ക് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. മാത്രമല്ല ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ രാമായണത്തിൽ 5 മില്ലിമീറ്റർ, ഞാൻ പറഞ്ഞ സൈസ് ശ്രദ്ധിക്കണം, 5 മില്ലിമീറ്റർ നീളത്തിലും 5 മില്ലിമീറ്റർ വീതിയിലും 210 പേജിലായിട്ട് 603 വാക്കിലൂടെയാണ് 24,000 ശ്ലോകമുള്ള വാൽമീകി രാമായണത്തിന്റെ 2 ഭാഗങ്ങളിൽ ഞാൻ തയ്യാറാക്കിയിട്ട് ഈ കൊച്ചു പുസ്തകത്തിൽ ഒതുക്കിയിരുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും ഈ ലെൻസ് വെച്ച് വായിക്കാവുന്ന രീതിയിൽ തയ്യാറാക്കിയ പുസ്തകം പലർക്കും വായിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തില് ആ കുഞ്ഞിരാമായണം തന്നെ 3 സെന്റിമീറ്റർ നീളത്തിലും 3 സെന്റിമീറ്റർ വീതിയിലുമുള്ള ഒരു പുസ്തകമാക്കി കുറച്ച് അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ ആളുകൾക്ക് വായിക്കാൻ ഫോണ്ടൊക്കെ ഇത്തിരി വലുതാക്കി ഒരു ഏകദേശം ഫോണ്ട് സൈസൊക്കെ ഒരു ഏകദേശം എന്റെ കണക്കൂട്ടിലുള്ള ഒരു 12-14 പോയിന്റിലേക്ക് ആക്കിയിട്ടുണ്ട് ഈ കുഞ്ഞിരാമായണത്തിന്റെ മിനിയേച്ചർ ടൈപ്പ് ബുക്കിന്. അങ്ങനെ ആക്കിയിട്ടാണ് അത് എല്ലാവർക്കും കൂടി ഇപ്പൊ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വായിക്കാൻ റീഡബിലിറ്റിക്ക് പ്രോബ്ലം വരുന്നില്ല. ഇനി എന്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്, എല്ലാവർക്കും ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. എങ്ങനെയാണ് ഈ 5 മില്ലിമീറ്റർ ആ ഒരു കണക്കില് പുസ്തകം പ്രിന്റ് ചെയ്തത്? ബുക്ക് സൈസ് ആണ് 5 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിൽ വേറൊരു കൗതുകമുണ്ട്. പ്രിന്റ് സൈസ് എന്ന് പറയുന്നത് 3 mm ഉള്ളൂ. 3 മില്ലിമീറ്റർ. അതെ. അത് മാത്രമല്ല അതിന്റെ സ്പൈൻ വരുന്നത് ഏകദേശം ഒരു 1.5 സെന്റിമീറ്ററോളം സ്പൈൻ വരുന്നുണ്ട്. കാരണം അത്രയും കൊച്ചു പുസ്തകമാണെങ്കിൽ വലിയ പുസ്തകമാണ് അത്. ഈ പുസ്തകം 1.5 സെന്റിമീറ്ററോളം സ്പൈൻ വരുന്നുണ്ട്. അത്രയും വലിയ പുസ്തകമാണെന്നാണ് ഞാൻ അത് ഉദ്ദേശിച്ചത്, ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരോടായിട്ട് സ്പൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് പുസ്തകത്തിന്റെ വലിപ്പമാണ്, അതായത് കട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. പുസ്തകത്തിന്റെ സൈസ് എന്ന് പറയുന്നത് 5 മില്ലിമീറ്റർ നീളവും 5 മില്ലിമീറ്റർ വീതിയാണ് ബുക്ക് സൈസ് വരുന്നത്. സൈഡിലേക്ക് സ്പൈൻ വരുന്നത് 1.5 സെന്റിമീറ്റർ സ്പൈനും വരുന്നുണ്ട്. അപ്പൊ ചേട്ടാ ഇതെങ്ങനെയാണ് ലെൻസിന്റെ സഹായത്തോടെ മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ അല്ലേ? ലെൻസിന്റെ സഹായത്തിലൂടെ വായിക്കാവുന്ന പുസ്തകമാണിത്. അതേപോലെ തന്നെ അങ്ങനെ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും കൂടിയിട്ട് ഞാൻ ആ നേരത്തെ സൂചിപ്പിച്ച 3 സെന്റിമീറ്റർ നീളത്തിലും 3 സെന്റിമീറ്റർ വീതിയിലുമുള്ള മിനിയേച്ചർ പുസ്തകം കൂടി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ ഒപ്പം തന്നെ. ചേട്ടാ എന്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു പുസ്തക രചനയിലേക്ക് എത്തിപ്പെട്ടത്? പുസ്തകരചനയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഇപ്പൊ വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ കോളേജ് കാലഘട്ടത്തിൽ നിന്നും മാറി നമ്മള് ഉത്തരവാദിത്തങ്ങളിലേക്ക് കിടക്കുകയും പിന്നെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ റിലാക്സേഷൻ ടൈം ആയിരുന്നു ശരിക്കും കൊറോണ ടൈം എന്നൊക്കെ പറയുന്നത്. അപ്പോഴാണ് മറച്ചു വെച്ചതും ഒളിച്ചു വെച്ചതുമായിട്ടുള്ള പല സാഹിത്യ കാര്യങ്ങളൊക്കെ നമ്മള് തെരഞ്ഞെടുത്ത് തപ്പിപ്പിടിച്ച് വായിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെയാണ് അത് വീണ്ടും ആ സാഹിത്യരചനയിലേക്ക് തിരിച്ചെത്തിയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വീണ്ടും ആ ഒരു പഴയകാല ഓർമ്മകളൊക്കെ ഇറക്കി പഴയകാല ആ ഒരു ടാലന്റിനെയൊക്കെ പൊടി തട്ടിയെടുത്തത് കൊറോണ കാലഘട്ടത്തിലായിരുന്നു. കാരണം നമുക്ക് സമയം കിട്ടില്ല പുസ്തകങ്ങൾ വായിക്കാനും മറ്റ് ആക്ടിവിറ്റീസിനൊക്കെ. കുറച്ച് റിലാക്സേഷൻ ടൈം കിട്ടുന്ന സമയം നമുക്ക് വിനിയോഗിക്കാനായിട്ട് പറ്റും. അതെ. ചേട്ടാ അതിന്റെ അടുത്ത ചോദ്യം എങ്ങനെയാണ് വീട്ടില് ആരൊക്കെയുണ്ട്, വീട്ടിനെ കുറിച്ചൊന്ന് പറയാമോ? വീട്ടില് അച്ഛൻ, അമ്മ, വൈഫ്, 2 കുട്ടികള്. വൈഫ് രഞ്ജിതമാവര്, അവര് അത്താണി, തൃശ്ശൂർ അത്താണി സിൽക്കിൽ ജോലി ചെയ്യുന്നു. മൂത്ത മകൻ MBBS വിദ്യാർത്ഥിയാണ്. രണ്ടാമത്തെ ആള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അമ്മ വീട്ടമ്മയാണ്. അച്ഛൻ പ്രസ് നടത്തുന്നു. SRS പ്രിന്റേഴ്സ് തൃശ്ശൂരിൽ നിന്നാണ് സ്ഥാപനത്തിന്റെ പേര്. തൃശ്ശൂർ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രിന്റർ ആ ഒരു പാരമ്പര്യത്തിൽ തന്നെ വരുന്നത് കണ്ടാണോ ഇത്രയും ചെറിയ മിനിയേച്ചർ സൈസിലും അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സൈസ് കൊണ്ട് പരീക്ഷണം നടത്താനായിട്ട് തീരുമാനിച്ചത്? അത് 2-3 കാര്യങ്ങളുണ്ട്. കാരണം പരീക്ഷണങ്ങൾ എന്ന വാക്ക് നല്ലതാണ്, പക്ഷെ അതിന് ഒപ്പം നിൽക്കുന്നത് കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യമായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിന്റിംഗ് എക്സ്പീരിയൻസും കൂടി നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റി എന്നുള്ളതും സത്യം തന്നെയാണ്. മാത്രമല്ല ഇതിലിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൗതുകകരമായിട്ടുള്ള പരീക്ഷണങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും എന്റെ കുറെ പുതിയ പുസ്തകങ്ങളെയും കൂടെ ആ കൗതുകങ്ങളും പരീക്ഷണങ്ങളും ആശയങ്ങളും എല്ലാം കേരളത്തിന്റെ ജനങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ വർക്കുകളൊക്കെ. അപ്പൊ എന്താണ് ഇനിയിപ്പോ വരാനിരിക്കുന്ന കൗതുകം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന വർക്കുകളൊക്കെ എങ്ങനെയാണ്?
വരാനിരിക്കുന്ന വർക്കുകളിൽ ഞാൻ ഏകദേശം ഒരു ധാരണ പറയാം. ഒളിപ്പിച്ചു വെച്ച കൗതുകങ്ങളെ ഞാൻ തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല, ഉപയോഗിച്ച് ശ്രമിക്കണം എന്ന് ആദ്യം തന്നെ പറയുകയാണ്. ഒന്ന് ബൈബിളിന്റെ ഒരു നോവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയൊരു ബൈബിളാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ പന്തളത്തെ പന്മളക്ക് എന്ന് പറഞ്ഞൊരു പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ്. അത് ഇതിഹാസവും ചരിത്രവും ഇടകലർന്ന ശാസ്താവിന്റെയും അയ്യപ്പന്റെയും ഒരു ചരിതമാണ് അത് അതിലൂടെ മലയാളത്തിലേക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. പിന്നെ അടുത്ത പുസ്തകം എന്ന് പറയുന്നത് ഒരു വെബ് സീരീസ് ബുക്കാണ്. മലയാളത്തിൽ അതിന്റെ ഒരു വെബ് സീരീസ് ബുക്ക് ഇറങ്ങിയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു പുസ്തകത്തിൽ 26 പേജ്, അതിന് 26 പുസ്തകങ്ങളുടെ ഒരു സീരീസ്. അങ്ങനെ ആ പുസ്തകത്തിന്റെ പേര് ഞാൻ കവർ പ്രകാശനം കഴിഞ്ഞിട്ടുണ്ട്. 676 എന്നാണ് പുസ്തകത്തിന്റെ പേര്. 26x26. 26x26 എന്ന് പറയുമ്പോൾ 676 വരും. അതാണ് പുസ്തകത്തിന്റെ പേര് തന്നെ വരുന്നത്. ഈ 3 പ്രൊജക്ടുകളാണ് നിലവിൽ വരുന്നത്. അതോടൊപ്പം തന്നെ ഈ എന്റെ ഈ പുതിയ പുസ്തകം ഉണ്ടല്ലോ, കണ്ണാടി പുസ്തകം. അതെ, കണ്ണാടി പുസ്തകത്തിന്റെ 2ാം ഭാഗം കൂടി ഇറങ്ങാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണാടി പുസ്തകത്തിന്റെ 2ാം ഭാഗം അക്ഷരമുഖിയാണ്. ചേട്ടാ, എന്റെ അടുത്ത ചോദ്യം ഈ കണ്ണാടി പുസ്തകത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അക്ഷരമുഖി അദ്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ ഈ കുട്ടികൾക്കായിട്ടുള്ള ബാലശാസ്ത്ര സാഹിത്യ പുസ്തകമാണ്. എന്തുകൊണ്ട് മുതിർന്നവർക്കായിട്ട് അങ്ങനെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തില്ല? സത്യം പറഞ്ഞ ബാലശാസ്ത്ര സാഹിത്യ നോവലാണെങ്കിലും ഈ പുസ്തകം ആദ്യം വായിക്കുന്നത് മുതിർന്നവരായിരിക്കും. കാരണം മുതിർന്നവർക്കാണ് അവർക്ക് നഷ്ടപ്പെട്ട ബാല്യം തിരിച്ചു പഠിക്കാനുള്ള കൗതുകം അവരുടെ ഉള്ളിലാണ് എപ്പോഴും ഉണ്ടാവുന്നത്. അപ്പൊ ഏത് പുസ്തകങ്ങളും ആദ്യം വായിക്കുക മുതിർന്നവരാണ്. അതിനുശേഷമാണ് അവര് അവരുടെ കൊച്ചുമക്കൾക്കോ ഒക്കെ പകർന്നു കൊടുക്കുക. അതിനുവേണ്ടി തന്നെയുള്ള കൗതുകകരമായിട്ടുള്ള ഒരു തന്ത്രം തന്നെയാണ് ബാലശാസ്ത്ര സാഹിത്യ നോവലിൽ ഈ കണ്ണാടിയിലൂടെ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളത്. അടുത്തൊരു കൗതുകം എന്ന് പറയുന്നത്, കണ്ണാടി നോക്കാത്തവര് ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല. മുഖം നോക്കുന്ന കണ്ണാടിയാണ് നമ്മളിതിൽ വെക്കുന്നത്. അപ്പോ ഈ അദ്ഭുത കണ്ണാടി നോക്കുന്ന സമയത്ത് ഈ സഹൃദയരെല്ലാവരും വായനക്കാരെല്ലാവരും ഇനിയുള്ള കാലത്ത് ഈ കണ്ണാടി നോവൽ വായിച്ച ആളുകളൊക്കെ എന്നെ ഓർക്കും എന്നുള്ളതും കൂടി ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരും. കൗതുകം ഉണർത്തുന്ന കാര്യങ്ങളിലൂടെ മാർക്കറ്റിംഗും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലേ? അതെ. മാർക്കറ്റിംഗ് മാത്രമല്ല, കണ്ണാടി നോക്കാത്തവരാരും ഉണ്ടാവില്ലല്ലോ ഈ ലോകത്ത്. നോക്കുകയും അവനവന്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും അതുപോലെ തന്നെ വിഷമങ്ങളും ഡിപ്രഷൻസ് ഒക്കെ ആദ്യം തന്നെ വെളിപ്പെടുത്തുന്നതും അവനവനെ സ്വത്വം വെളിപ്പെടുത്തുന്നതും കണ്ണാടിയിലൂടെയാണല്ലോ. ലോകത്തുള്ള എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. അഭിനേതാക്കളായാലും സാഹിത്യകാരന്മാരായാലും സഹൃദയരായാലും സാധാരണക്കാരായാലും എല്ലാവരും രാവിലെയും വൈകുന്നേരം കണ്ണാടി നോക്കുകയും അവനവന്റെ നല്ലതും പൊട്ടയോ എന്നുള്ളതല്ല ഒരു ദോഷം. കണ്ണാടിയിൽ സ്വന്തം മുഖം കാണുക എന്നുള്ളത് തന്നെയാണ് ലോകത്തെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അവനവന് സന്തോഷകരമായിട്ടുള്ള കാര്യം. അതെ. ഈ കുഞ്ഞിരാമായണം ചേട്ടൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ഈ പറയുന്ന ചില പുസ്തകങ്ങളൊക്കെ പല ഭാഷകളിലേക്കും തർജ്ജിമ ചെയ്യപ്പെടാറുണ്ട്. ചേട്ടൻ അങ്ങനെ ഈ പുസ്തകങ്ങളൊക്കെ തർജ്ജിമ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? എന്റെ ഈ കുഞ്ഞിരാമായണത്തിന് മറ്റൊരു പ്രത്യേകത വന്നത് എന്താണെങ്കിൽ, ഈ പുസ്തകം തമിഴ്നാട്ടിലെ നമ്മുടെ സുഹൃത്തുക്കൾ തമിഴ്നാട്ടിൽ അതുപോലെ ബോംബെക്ക് അതൊക്കെ പല സുഹൃത്തുക്കളൊക്കെ മേടിച്ചുകൊണ്ടിട്ടുണ്ട്. UK-ലേക്കൊക്കെ ഈ പുസ്തകം പോയിട്ടുണ്ട്. അപ്പൊ അവര് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ പുസ്തകം നമുക്ക് കുഞ്ഞിരാമായണം കൂടിയാണല്ലോ അത് ഹൃദയത്തോട് ചേർന്ന് കൊണ്ടുവയ്ക്കാവുന്ന ഒരു പുസ്തകം കൂടി ആയതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്കത് തർജ്ജമ ചെയ്തുകൂടാന്നുള്ളൊരു ആശയം നമുക്കുണ്ടായിരുന്നു. അതിന്റെ ഒരു അടിസ്ഥാനത്തില് ഇതിന്റെ സംസ്കൃതം, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ് അങ്ങനെ 4 ഭാഷയിലേക്ക് ഇത് തർജ്ജമ ചെയ്ത് ഇറക്കുവാനുള്ള ഒരു സംവിധാനം ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഈ കർക്കിടക മാസത്തിൽ തന്നെ അതിന്റെ പ്രകാശനം നിർവഹിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഈ രാമായണ മാസത്തിൽ തന്നെ 4 ഭാഷകളിലേക്ക് കുഞ്ഞിരാമായണം ട്രാൻസ്ക്രൈബ് ചെയ്ത് തർജ്ജമ ചെയ്ത് പോകാൻ പോവാണ്. അതെ. വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം കൂടി ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതെ. അപ്പോ നമ്മളുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ശത്രുഘ്ന മൗനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ രാമായണത്തിനെ ബേസ് ചെയ്തിട്ടും സീതയുടെ കഥ പറയുന്നതും അല്ലെങ്കിൽ ലക്ഷ്മണന്റെ കഥ പറയുന്നതുമായിട്ടുള്ള രാമന്റെ കഥ പറയുന്നതുമായിട്ടുള്ള പലവിധമായിട്ടുള്ള നോവലുകൾ പ്രകാശനം ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടായിരിക്കും ഒരാള്, അല്ലെങ്കിൽ ആദ്യമായിട്ട് തന്നെയാണ് സന്തോഷേട്ടൻ ഈ ഒരു ശത്രുഘ്നന്റെ പെർസ്പെക്റ്റീവിൽ നിന്നൊരു കഥ പറയുന്നത്. എങ്ങനെയാണ് ശത്രുഘ്നനിൽ നിന്ന് എത്തിയത് ആ ഒരു കഥ പറയാനായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു നോവൽ രചിക്കാനുള്ള കാരണം എന്തായിരുന്നു? ശത്രുഘ്നന്റെ നോവല് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കൊറോണ സമയത്ത് തന്നെയാണല്ലോ ഞാൻ രാമായണ പരിചയം എന്നൊരു പ്രോഗ്രാം 41 കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് രാമായണത്തിലുടനീളം പ്രത്യക്ഷപ്പെടുന്ന ഒരു കഥാപാത്രം വളരെ അദ്ദേഹത്തിന്റെ മൗനം വളരെ സങ്കീർണ മൗനമായിരുന്നു. ശത്രുഘ്നന്റെ രാമായണത്തെ നയിക്കുന്നത് ശ്രീരാമനും ലക്ഷ്മണനും ഭരതനുമാണെങ്കിലും രാമായണത്തിന്റെ രാജ്യഭാരങ്ങൾ അതുപോലെ തന്നെ അതിന്റെ തന്ത്രജ്ഞത ഇത് മുഴുവൻ കൊണ്ടു നടന്നിരുന്ന ഒരു കഥാപാത്രം ശത്രുഘ്നനായിരുന്നു.
അത് വരികൾക്കിടയിലൂടെ പല സമയത്തും പല സന്ദർഭങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് കഥാപാത്രത്തിനെ നമ്മുടെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്നതിനുള്ളൊരു ആഗ്രഹം ഉദിക്കുന്നത്. കൂടുതലായിട്ടും എല്ലായിടത്തും കണ്ടിരിക്കുന്ന നോവലുകളായിക്കോട്ടെ, ചെറുകഥകളായിക്കോട്ടെ, രാമന്റെയും രാവണന്റെയും ലക്ഷ്മണന്റെയും അതുപോലെ തന്നെ ഭരതന്റെയും ഒക്കെ കഥ പറയുന്ന നോവലുകളും ചെറുകഥകളും ഒക്കെയാണ്. ആദ്യമായിട്ടാണ് ഒരാൾ ശത്രുഘ്നന്റെ കഥ എഴുതുന്നത്. അതുകൊണ്ട് ഒരു കൗതുകം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിച്ചത്, എന്തുകൊണ്ടായിരുന്നു ശത്രുഘ്നന്റെ പേരിൽ ഒരു കഥ എഴുതിയതെന്ന്. ശത്രുഘ്നൻ എന്ന് പറയുന്നത് ഒളിച്ചുവെച്ചോ, അതായത് എല്ലാ വീടുകളിലും, അതായത് കേരള സമൂഹത്തിൽ പ്രത്യേകിച്ചും എല്ലാ വീടുകളിലും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഉത്തരവാദിത്തങ്ങൾ പലരും ഏറ്റെടുക്കുകയും അവര് ആ വീടിന്റെ വേണ്ടി ചെയ്ത കാര്യങ്ങൾക്കൊക്കെ മറച്ചു വെക്കുകയും ചെയ്യുന്ന കുറെ കഥാപാത്രങ്ങൾ പല വീടുകളിലും സമൂഹങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അറിയാലോ. അപ്പൊ അത്തരം ഒരു കഥാപാത്രം വർഷങ്ങൾക്ക് 45,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഇതിഹാസ കാവ്യത്തില് എഴുതി വെച്ചിട്ടുണ്ട്, വാൽമീകി എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ച കഥാപാത്രത്തിന്റെ ഒപ്പം തന്നെ കൂട്ടിച്ചേർക്കപ്പെടേണ്ടതായിട്ടൊരു കഥാപാത്രം കൂടിയുണ്ട്. ശ്രുതകീർത്തി എന്ന് പറഞ്ഞ ശത്രുഘ്നന്റെ പ്രിയ പത്നിയുടെ ഒരു കഥയും കൂടി അതിന്റെ ഉള്ളിൽ ഉണ്ട്, ഒളിച്ചിരിക്കുന്ന ഒരു കഥയാണ്. ശ്രുതകീർത്തിയും ശത്രുഘ്നനും കൂടിയാണ് അന്നത്തെ അയോധ്യ രാജ്യത്തെ ഭരിക്കുകയും നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. സത്യത്തില് ശത്രുഘ്ന മൗനത്തിന്റെ പല ഏടുകളിലും നമ്മൾ മറച്ചു നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഒരു നിശ്ചയം ഉണ്ടായിരുന്നു, ഇന്ന കാര്യമാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് മാത്രമല്ല അദ്ദേഹം ചെയ്തത്. അയോധ്യ ശ്രീരാമനും ലക്ഷ്മണനും വനവാസത്തിന് പോകുന്ന സമയത്ത് പോവുകയും ഭരതൻ നന്ദിവനത്തിൽ പാചകപൂതിയായിട്ട് കഴിയുന്ന സമയത്ത് രാജ്യം ഭരിച്ചിരുന്നത് ശത്രുഘ്നനാണ്. കാരണം രാജ്യം അല്ലെങ്കിൽ അനാഥമായിട്ട് പോകുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമായിരുന്നു അയോധ്യയിൽ. അത് ഒഴിവാക്കിയത് ശത്രുഘ്നാണെന്നുള്ളത് വരികൾക്കിടയിലൂടെ വാൽമീകി കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്നുണ്ടെങ്കിലും അത് വലുതാക്കപ്പെടുന്ന രീതിയിലുള്ള കഥകളോ നോവലുകളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇതില് ലവണാസുരവധത്തിനാണ് ഇദ്ദേഹം നിയോഗിക്കപ്പെട്ടത് എന്നാണ് രാമായണത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലവണാസുരൻ എന്ന് പറയുന്നത് അന്നത്തെ രാക്ഷസ രാജാവായ രാവണന്റെ ഒരു സഹോദരൻ കൂടിയാണെന്നുള്ള ഒരു കൗതുകം കൂടി രാമായണത്തില് വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വെളിപ്പെടുത്താത്ത കുറെ കഥാപാത്രങ്ങൾ ശത്രുഘ്നത്തിന്റെ ആ മൗനം ബന്ധിച്ചിട്ടാണ് ഈ കഥ പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഉറപ്പായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ശത്രുഘ്ന മൗനം, അല്ലേ? അതെ അതെ അതെ. ചേട്ടൻ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് ആയിരുന്നു വരൂ നമുക്ക് ചെറുതായി ഒന്ന് പ്രണയിക്കാമെന്ന് പറയുന്ന ആ ഒരു പുസ്തകം പുറത്തിറക്കിയത്. ആ പുസ്തകത്തിന്റെ ഇതിവൃത്തമൊക്കെ എന്താണ്? എങ്ങനെയാണ്? മൊത്തത്തിൽ പ്രണയകാവ്യങ്ങൾ മാത്രമാണോ അതോ വേറെ എന്തെങ്കിലും കൗതുകം അതിലും ഒളിച്ചിരിപ്പുണ്ടോ? അത് തികച്ചും പ്രണയ സൂക്തങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ. ഓക്കെ. പ്രണയിനികൾക്ക് വേണ്ടിയുള്ള പ്രണയിതാക്കൾക്ക് വേണ്ടിയുള്ള ഒരു കൊച്ചു പുസ്തകമാണല്ലോ. സ്വാഭാവികമായിട്ടും അത് അതിനുള്ള സൂക്തങ്ങൾ, പ്രണയ സൂക്തങ്ങളാ, ഞാൻ എഴുതിയ പ്രണയ സൂക്തങ്ങളാണ് അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത്. അവസാനമായിട്ട് നമ്മളുടെ ഈ ഷോ വൈൻഡപ്പ് ചെയ്യുന്ന ഈ സമയത്ത് എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇനി വരാനിരിക്കുന്ന എഴുത്തുകാർക്ക് അല്ലെങ്കിൽ റൈറ്റേഴ്സിന് ചേട്ടന് കൊടുക്കാനുള്ളൊരു ചേട്ടനേതായിട്ടുള്ളൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എന്താണ്? ഉപദേശം കൊടുക്കാനായിട്ട് ഇത്രേ പറയാനുള്ളൂ. മലയാള സാഹിത്യം, മലയാള ഭാഷ മരിച്ചിട്ടില്ലെന്നും അത് എല്ലാവരും അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നും അത് വളരെ സ്വീകാര്യതയുള്ള ഒരു വസ്തുതയാണെന്നും മലയാളികൾ തന്നെ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും എഴുത്തുകാരായാലും ശരി, വായനക്കാരായാലും ശരി, പ്രിയപ്പെട്ട വായനക്കാരായാലും ശരി, എഴുത്തൊന്നും മരിച്ചിട്ടില്ല. നല്ല നല്ല എഴുത്തുകാര് നിലവിലുണ്ട്. കഴിഞ്ഞുപോയ എഴുത്തുകാരും നിലവിൽ ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരുടെയൊക്കെ നല്ല കൃതികൾ വായിക്കുന്നതോടൊപ്പം തന്നെ പുതിയ നല്ല നല്ല എഴുത്തുകാരുടെയും കൂടി പുസ്തകങ്ങളും എഴുത്തുകളൊക്കെ ഹൃദയത്തോട് ചേർന്ന് സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞാൻ എല്ലാവരോടും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച് സന്തോഷ് ചേട്ടാ, നമ്മളോട് ഇത്രയും നേരം സമയം ചെലവഴിച്ചതിനും ഇത്രയും നേരം നമുക്ക് ചേട്ടന്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമുക്കൊരു വേദി തന്നതിനും. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് നമ്മുടെ സ്വന്തം സന്തോഷ് ചേട്ടനാണ്. സന്തോഷ് ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും ചെറിയ രാമായണം രചിച്ച വ്യക്തിയാണ്. അത് 5 മില്ലിമീറ്റർ നീളം, 5 മില്ലിമീറ്റർ വീതി. ഒന്ന് ആലോചിച്ച് നോക്കുക അതിന്റെ സൈസ്. സന്തോഷ് ചേട്ടന്റെ കയ്യിൽ നിന്ന് ഇനിയും ഒരുപാട് രഹസ്യങ്ങളും ഒരുപാട് കൗതുകം നിറഞ്ഞ പുസ്തകങ്ങളും വരാനിരിക്കുന്നുണ്ട്. അതൊക്കെ വന്നിട്ട് വീണ്ടും സന്തോഷ് ചേട്ടനുമായിട്ട് നമ്മളൊരു റെഡ് കാർപ്പറ്റ് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ദിസ് ഇസ് RJ Jerry signing off from Red Carpet. Keep on listening to Astraya FM 90, നാടിനൊപ്പം നാട്ടാർ.